നാടുവാഴിയുടെ ക്രൂരതയാൽ കൊല്ലപ്പെട്ടു ദൈവക്കരുവായി മാറിയ ഈ സ്ത്രീയുടെ കഥ. ഭർത്താവും കുട്ടികളും മരിച്ച ഒരമ്മ മനഃശാന്തിക്കായി രാമായണം പാരായണം ചെയ്യുന്നത് ചിറക്കൽ രാജാവിന്റെ കാര്യസ്ഥൻ കാണാനിടയായി. കോലത്ത് വാഴുന്നവർ ആ സ്ത്രീയെ രാജസന്നിധിയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. തൻ്റെ ദുഃഖം മറക്കാനാണ് ഇങ്ങനെ രാമായണ പാരായണം ചെയ്യുന്നതെന്ന് പറഞ്ഞത് രാജാവിന് ഒട്ടും ബോധിച്ചില്ല. ആ അമ്മ ഒരു ചട്ടിയും ഒരു പിടി നെല്ലും ചോദിച്ചു. ശേഷം നെല്ല് ചട്ടിയിലിട്ട് മാറോട് ചേർത്ത് പ്രാർത്ഥിച്ചപ്പോൾ നെല്ല് മലരായി മാറിയത്രേ. ക്ഷുഭിതനായ തമ്പുരാൻ ഇത്രയ്ക്കും മനക്കരുത്തുള്ള സ്ത്രീ നാട്ടിൽ വാഴേണ്ടെന്ന് ഉറപ്പിച്ചു. ഒറ്റമുണ്ടൊടുപ്പിച്ച് തലയിൽ നെരിപ്പോടും മലയിൽ അന്നിയും ചാർത്തിക്കൊടുത്ത് ശിക്ഷ നടപ്പിലാക്കി. നിലവിളിച്ചോടിയ ആ അമ്മ കാക്കരത്തോട്ടിലിറങ്ങി തീയണച്ചു. അവശയായ ദൂരെ ഒരു വെളിച്ചം കണ്ട വീട്ടിലേക്ക് അഭയം തേടി. മുല്ലക്കര തറവാടായിരുന്നു അത്. തറവാട്ടമ്മ ധരിക്കാൻ വസ്ത്രവും കുടിക്കാൻ വെള്ളവും കൊടുത്തുവെങ്കിലും ഉടനെ ആ സ്ത്രീ മുറ്റത്ത് വീണ് മരിച്ചു. പിന്നീട് ആ തറവാട്ടിൽ ശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കൊട്ടാരത്തിൽ ദുർലക്ഷണങ്ങളും. മരിച്ച സ്ത്രീ ദൈവക്കരുവായി മുല്ലക്കര തറവാട്ടിൽ സ്ഥാനം നേടി. തൊട്ടുങ്കര ഭഗവതി എന്ന